നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ യൂറോ കപ്പിലെ മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്പെയിൻ ഉൾപ്പെടെയുള്ള പല വമ്പന്മാരും ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്കുള്ള യോഗ്യത കരസ്ഥമാക്കി കഴിഞ്ഞിട്ടുണ്ട്. സ്പെയിനും ജർമ്മനിയുമാണ് ഇതുവരെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുള്ളത്. ഏതായാലും 2 റൗണ്ട് പോരാട്ടങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ബെറ്റിംഗ് ഓഡ്സ് ഇപ്പോൾ സ്കോക്ക പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഈ യൂറോ കപ്പിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു താരങ്ങളുടെ ലിസ്റ്റാണ് ബെറ്റിംഗ് ഓഡിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ബെറ്റിംഗ് ഓഡിന്റെ കാര്യം നമുക്കറിയാം, അത് കുറയുന്നവർക്കാണ്, ഏറ്റവും കുറവുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പുരസ്കാരം ലഭിക്കാനുള്ള സാധ്യതയുള്ളത്. എടുത്തു പറയേണ്ടത് എങ്കോളോ കാന്റെയുടെ ഒരു നേട്ടം തന്നെയാണ്. ആദ്യ മത്സരത്തിലും രണ്ടാമത്തെ മത്സരത്തിലും ഫ്രാൻസിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് എങ്കോളോ കാന്റെയാണ്. മാത്രമല്ല അദ്ദേഹം ആ ഒരു മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം 2 തവണ സ്വന്തമാക്കുകയും ചെയ്തു. ആദ്യ മത്സരത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ബെറ്റിംഗ് ഓഡ് 33-1 ആയിരുന്നു. അതേസമയം രണ്ടാമത്തെ മത്സരത്തിന് ശേഷം അത് കൂടുതൽ പുരോഗതിപ്പെട്ടിട്ടുണ്ട്, 20-1 മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ 6ാം സ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത്. ഏതായാലും ബെറ്റിംഗ് ഓഡിന്റെ അടിസ്ഥാനത്തിലുള്ള ആ ഒരു പട്ടിക, ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാര സാധ്യത പട്ടിക നമുക്കൊന്ന് പരിശോധിക്കാം. 1ാം സ്ഥാനത്ത് 3 താരങ്ങൾ വരുന്നുണ്ട്: ജൂഡ് ബെല്ലിംഗ്ഹാം, കിലിയൻ എംബപ്പെ, ജമാൽ മുസിയാല. ഈ 3 താരങ്ങളിൽ ആർക്കെങ്കിലും ഇത്തവണത്തെ യൂറോ കപ്പിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം ലഭിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. 8/1 ആണ് അവരുടെ ഒരു ഓഡ് വരുന്നത്. ഇനി 4ാം സ്ഥാനത്ത് വരുന്നത് ടോണി ക്രൂസ് ആണ്, 9/1 ആണ് വരുന്നത്. 5ാം സ്ഥാനത്ത് ഫ്ലോറിയാൻ വിഡ്സ് വരുന്നു. 6ാം സ്ഥാനത്താണ് എങ്കോളോ കാന്റ ഇപ്പോൾ ഉള്ളത്, 20-1 ആണ് അദ്ദേഹത്തിന്റെ സാധ്യത. ഇനി തൊട്ടു പിറകിൽ വരുന്ന താരങ്ങൾ, 20-1 സ്വന്തമാക്കിയിട്ടുള്ള താരങ്ങൾ: സ്പെയിൻ താരമായ ഫാബിയൻ റോയിസ്, ഇംഗ്ലീഷ് താരമായ ഹാരി കെയ്ന്, സ്പെയിനിന്റെ മറ്റൊരു സൂപ്പർ താരമായ പെഡ്രി, അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരൊക്കെ ഇപ്പോൾ ഈ ഒരു സാധ്യതാ പട്ടികയിൽ ഉണ്ട് എന്നതാണ്. എല്ലാവരും മോശമല്ലാത്ത രൂപത്തിൽ കളിക്കുന്നുണ്ട്. പക്ഷേ എങ്കോളോ കാന്റയുടെ ഒരു പുരോഗതിയാണ് ഇപ്പോൾ ഏവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷമായി അദ്ദേഹം ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടില്ലായിരുന്നു, പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നിലവിൽ സൗദി അറേബ്യയിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു യൂറോ കപ്പിൽ അദ്ദേഹം ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കൊണ്ടും കാണാം.